الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു താ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്നലെ തുടങ്ങി വെച്ച ഹദീസ്, സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ കൂട്ടത്തിൽ 4 വിഭാഗം സ്വർഗത്തിലേക്ക് കടക്കും. അതേപോലെ 4 വിഭാഗം നരകത്തിലേക്കും കടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അർബഉൻ മിനൻ നിസാഇ ഫിൽ ജന്ന വ അർബഉൻ ഫിന്നാർ. 4 വിഭാഗം പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കും, 4 വിഭാഗം നരകത്തിലേക്കും കടക്കുന്നവർ ഉണ്ടാകും. ഫഅമ്മൽ അർബഉൽ ലവാത്തി ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുന്ന ആ 4 വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആരാണ്? ഫഹുന്ന ഇംറഅത്തുൻ അഫീഫത്തുൻ ത്വാഇയത്തുൻ ലില്ലാഹി വലിസൗജിഹാ വലൂദുൻ. ഒരു പെണ്ണ്, നല്ല മര്യാദയുള്ള പെണ്ണ്. അഫീഫത്തുൻ, ഇഫത്തുള്ള, നല്ല മര്യാദയുള്ള പെണ്ണ്. ത്വാഇയത്തുൻ ലില്ലാഹി, അല്ലാഹുവിനെ കീഴ്പ്പെടുന്ന പെണ്ണ്. മര്യാദയുള്ള പെണ്ണാണ്, അല്ലാഹുവിനെ കീഴ്പ്പെടുന്നവളാണ്. വലിസൗജിഹാ, അവളെ ഭർത്താവിനെ കീഴ്പ്പെടുന്ന പെണ്ണ്. അതേപോലെ വലൂദുൻ, പ്രസവിക്കുന്ന പെണ്ണ്, നല്ലോണം പ്രസവിക്കുന്ന, അതേപോലെ തന്നെ ഭർത്താവിനിക്ക് ഒഴിപ്പെടുന്ന, അതേപോലെ തന്നെ അള്ളാഹുവിനിക്ക് ഒഴിപ്പെടുന്ന നല്ല മര്യാദയുള്ള പെണ്ണുങ്ങൾ. ഇവർ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ പറയുന്നത് സ്വാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ. രണ്ടാമത്തെ പറയുന്നത് ദാത്തി ഹയാഇൻ, അതായത് അവരെ ഭർത്താക്കന്മാർ, അവരെ മാപ്പിളമാർ കുറച്ചും കൊടുത്തെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ടിട്ട്, കുറഞ്ഞതുകൊണ്ട് മതിയാക്കി സബൂർ ചെയ്ത് ജീവിക്കുന്ന പെണ്ണ്. അതേപോലെ മര്യാദയുള്ള പെണ്ണ്, ഹയാ, ചങ്കിയുള്ള പെണ്ണ്, ചങ്കിയില്ലാത്തവളല്ല, നാണമുള്ള പെണ്ണ്. അതേപോലെ ഭർത്താവ് കൊടുത്തത് കൊണ്ട് മതിയാക്കിയിട്ട് ക്ഷമയോടെ ജീവിക്കുന്ന പെണ്ണ്. ഇവളും സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇൻ ഗാബ അൻഹാ ഹഫിളത് നഫ്സഹാ വമാലഹു. അത് അവളുടെ ഭർത്താവ് മറഞ്ഞു പോയാൽ, അവളുടെ ഭർത്താവ് എവിടെയെങ്കിലും പോയെങ്കിൽ ഹഫിളത് നഫ്സഹാ, അവൾക്കുള്ള നഫ്സിനെ, തടിയിനെ കാക്കും. ഹറാമിലേക്ക് കൊണ്ടുപോകാതെ വളരെ ഭദ്രമായിട്ട് അവൾ തടിനെന്താക്കും, സൂക്ഷിക്കും. വമാലഹു, ആ ഭർത്താവിന്റെ സമ്പത്ത് അതും സൂക്ഷിക്കും. മാപ്പിളന്റെ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് അവനില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇസ്രാഫാക്കി ജീവിക്കുന്നവളല്ല. അവൾക്കുള്ള ശരീരത്തെയും അവളുടെ നഫ്സിനെയും അവളുടെ സമ്പത്തിനെയും കാക്കുന്നവള്. അതേപോലെ സ്വാബിറത്തുൻ, ക്ഷമയുള്ള പെണ്ണ്. വൈൻ ഹളറ, ആ ഭർത്താവെങ്കിലും അവൾ നാട്ടിലുണ്ടെങ്കിൽ അംസകത് ലിസാനഹാ അൻഹു, അവളെ നാവിനെ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നവള്. ഭർത്താവിനെ ചീത്ത പറയുന്നവളല്ല. നാട്ടിലുണ്ടായ സമയത്ത് നല്ലോണം നാവിനെ ഭദ്രമായി അടക്കി വെക്കുന്ന പെണ്ണ്, അവളും സ്വർഗത്തിലാണ്. വറാബിഅതു, 4ാമത്തെ പെണ്ണ് ഇംറഅത്തുൻ, അതൊരു പെണ്ണാണ്. സ്വർഗത്തിലേക്ക് കടക്കുന്ന 4ാമത്തെ പെണ്ണ് അതൊരു പെണ്ണാണ്. മാത അൻഹാ സൗജുഹാ, അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. 4ാമത്തെ പെണ്ണെ കുറിച്ച് മുത്തുനബി പറയുന്നത് ഇംറഅത്തുൻ മാത അൻഹാ സൗജുഹാ, അവളെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. വതറക ലഹാ ഔലാദൻ സിഗാറാ, ആ ഭർത്താവ് മരിച്ചു പോകുന്ന സമയത്ത് ചെറിയ ചെറിയ മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് ആ ഭർത്താവ് മരിച്ചു പോയത്. ചെറിയ ചെറിയ മക്കളുണ്ട്. ആ സമയത്താണ് അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നത്. ഫഹബിസത് നഫ്സഹാ അലാ ഔലാദിഹാ, അവൾക്കുള്ള നഫ്സിനെ അവൾ എന്താക്കി, ബന്ദ് ചെയ്തു. അലാ ഔലാദിഹ, അവർ മക്കൾക്ക് വേണ്ടി. രണ്ടാമത് കല്യാണം കഴിച്ചില്ല, മക്കളെ വിവാഹം കഴിച്ചില്ല.
എന്തേ? മക്കളെ വിഷയത്തിൽ, മക്കളെ കാര്യത്തിൽ അവളെ ശരീരത്തെ അവൾ ബന്ദ് ചെയ്തു. വറബ്ബതുഹും, ആ മക്കളെ വേണ്ടതുപോലെ എന്താക്കി തർബിയത്ത് ചെയ്തു. ആ മക്കൾക്ക് വേണ്ടി എല്ലാ വ്യവസ്ഥകളും അവൾ ചെയ്തു കൊടുത്തു. ആ മക്കൾക്ക് പഠിപ്പിച്ചു. സ്കൂളും മദ്രസും മര്യാദയും എല്ലാം ആ മക്കൾക്ക് പഠിപ്പിച്ചു. വഹ്സനത്ത് ഇലൈഹിം, ആ മക്കൾക്ക് നല്ല ബുദ്ധി, ആ മക്കളുമായിട്ട് നല്ല നിലക്ക് അവൾ ജീവിച്ചു. വലം തതസവ്വജ് ഖശിയതൻ അൻ യുളീഉ, ആ മക്കള് പാഴായി പോകുമോ, ആ മക്കളെ ജീവിതം വെടക്കായി പോകുമോ, ആ മക്കള് തെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ട് രണ്ടാമത് അവൾ എന്താക്കില്ല, കല്യാണം കഴിച്ചില്ല. മക്കൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ചു. ആ മക്കളെ നല്ല നിലക്ക് പോറ്റി വളർത്തി. ആ മക്കൾക്ക് നല്ല വിജ്ഞാനം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനത്തെ പെണ്ണും സ്വർഗത്തിൽ കടക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വഅമ്മൽ അർബഉൽ ലവാത്തി ഫിന്നാർ, ഈ നരകത്തിലെ കടക്കുന്ന 4 പെണ്ണുങ്ങളെ, ഫംറഅത്തുൻ ബദീഅത്തുൽ ലിസാനി അലാ സൗജിഹാ, നാവുബടക്കായവള്, അലാ സൗജിഹാ, അവളെ ഭർത്താവിന്റെ വിഷയത്തില് എപ്പോഴും ഭർത്താവിനെ നാവ് കൊണ്ട് ആക്ഷേപിക്കുന്നവള്, എപ്പോഴും ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്നവള്. ഫാഹിഷത്തുൽ കലാമി, സംസാരം ബടക്കായവള്, നല്ല സംസാരമല്ല അവളെ ഭാഗത്ത് വരുന്നത്. ഇൻ ഗാബ അൻഹാ സൗജുഹാ, ഭർത്താവെങ്കിലും എവിടെയെങ്കിലും പോയാൽ ലം തസുൻ നഫ്സഹാ, അവളെ നഫ്സിനെ അവൾ കാക്കൂല. അവൾ ഏതെങ്കിലും ഹറാമിന്റെ വഴിയിൽ കൊണ്ടുപോകും. ആ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിനിക്ക് ഇഷ്ടപ്പെടാത്ത പലതും ചെയ്യും. വൈൻ ഹളറ, ഇനാ പെണ്ണ് ആ ഭർത്താവെങ്കിലും നാട്ടിൽ വന്നാൽ ആദത്തുഹു ബിലിസാനിഹാ, നാവ് കൊണ്ട് ആ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കും. നാവ് കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ്, ഇല്ലാത്തത് പറഞ്ഞ് ആ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കും. അങ്ങത്തെ ആ വിഭാഗം നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വസ്സാനിയത്തു, രണ്ടാമത്തെ വിഭാഗം ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖു, അവളൊരു പെണ്ണാണ്, അവളെ ഭർത്താവിനിക്ക് സാധിക്കാത്തതിനെ അങ്ങനെ ആക്കുന്നു. ഞങ്ങൾ അത് വേണു ഇത് വേണു ചെന്നിട്ടു ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കും. ഭർത്താവിന്റെ ബിസിനസ് കൊണ്ട്, ഭർത്താവിന്റെ പണി കൊണ്ട് അങ്ങത്തൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങത്ത് ചെയ്യാൻ സാധ്യമാവാത്ത പലതും നിർബന്ധിക്കും, കൊണ്ടുവന്നു ആക്കുന്നു ചെന്നിട്ടു. അങ്ങത്തെ പെണ്ണും നരകത്തിൽ കടക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്നാമത്തത് ഇംറഅത്തുൻ, ഒരു പെണ്ണാണ്, അന്യ ആണുങ്ങളെ തൊട്ട് അവളെ തടിനവൾ മറക്കൂല. അന്യ ആണുങ്ങളെ മുമ്പിൽ തല തുറന്നുകൊണ്ട് അവളെ ശരീരത്തിന്റെ വണ്ണവും പ്രദർശിപ്പിക്കുന്ന പെണ്ണ്, അവളും നരകത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വതഖ്റുജു മിൻ ബൈതിഹാ, അവൾ ഔത്ത് പുറത്തു പോകുമ്പോൾ അതാ അന്യ ആണുങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി എല്ലാ ഭംഗിയോടും ഉണ്ടാക്കും, പുറത്തു പോകും. അവൾ നരകത്തിലാണ്. വറാബിഅത്തു, നാലാമത്തൊരു പെണ്ണ്, ഇംറഅത്തുൻ ലൈസ ലഹാ അമ്മുൻ ഗൈറൽ അക്ലി വശുർബി വന്നൗമി വലൈസ ലഹാ റഗ്ബത്തുൻ ഫീ ത്വാഅത്തില്ലാഹി വറസൂലി. നാലാമത്തെ പെണ്ണ്, ആ പെണ്ണിക്ക് തീറ്റല്ലാതെ, കുടിക്കുന്ന വിഷയമല്ലാതെ, തിന്ന വിഷയമല്ലാതെ, ഉറങ്ങുന്ന വിഷയമല്ലാതെ വേറെ ഒരു ടെൻഷനും ഇല്ല. എപ്പോഴും തിന്നോണോ, കുടിക്കണോ, ഡ്രസ്സാക്കണോ. അള്ളാഹുവിലേക്ക് വഴിപ്പെടണം, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ കേൾക്കണം. അങ്ങനത്തെ ഒരു ചിന്തമേ ഇല്ല. അവളും നരകത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ പെണ്ണുങ്ങളെ നീ സ്വാലിഹായ പെണ്ണുങ്ങളെ കൂടി ഉൾപ്പെടുത്തണേ റഹ്മാനേ. മിനിങ്ങളെ, ഇതുവരേക്കും ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ സ്വർഗത്തിന്റെ സാബിഖീങ്ങൾക്കും അസ്ഹാബുൽ യമീനിന്റെ വിഷയം പറയുമ്പോൾ വളരെ സന്തോഷമായി നമുക്ക് ആ സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങള് ആ സാബിഖീങ്ങൾ കൊടുക്കുന്നത്, അതേപോലെ അസ്ഹാബുൽ യമീനിക്ക് അല്ലാഹു കൊടുക്കുന്ന ആ അനുഗ്രഹങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിന് എന്നൊന്നില്ലാത്ത സന്തോഷം. ഇനി കേൾക്കാൻ പോകുന്നത് വല്ലാത്ത ഒരു അവസ്ഥയാണ്. വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം
ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഇനി പറയാൻ പോകുന്നത് ഹതഭാഗ്യരെ കുറിച്ചിട്ടാണ്. സാബിഖീങ്ങളെ കുറിച്ച് പറഞ്ഞു, സൗഭാഗ്യമുള്ളവരെ കുറിച്ച് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി. ഇനി കേൾക്കാൻ പോകുന്നത് ഹതഭാഗ്യര്, ഭാഗ്യമില്ലാത്തൊരു ഭാഗ്യം കെട്ടവരെ കുറിച്ചിട്ടാണ്. വസ്ഹാബു ശിമാൽ, ആ ശിമാലിന്റെ ആളുകള്, ചുരുക്കി പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ നാളെ കിതാബ് കിട്ടുന്ന ആളുകള്. മാ അസ്ഹാബു ശിമാൽ, ആ ശിമാലിന്റെ ആളുമാരെ അവസ്ഥ അറിയുമോ നബിയേ? ഖിയാമത്ത് നാളിൽ അവരെ ഹാലെന്താണ്, അവരെ അവസ്ഥ എന്താണ് തങ്ങൾക്കറിയുമോ? ഒരാൾക്കും അറിയില്ല. അതിന്റെ മറുപടി ഒരാൾക്കും അറിയില്ല. അത് നാളെ ഖിയാമത്ത് നാളിൽ പോയാൽ മാത്രമേ അറിയുകയുള്ളൂ. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫീ സമൂമിൻ വഹമീം. അതാ ഹതഭാഗ്യർ, ശിമാലിന്റെ ആളുകള്, ഫീ സമൂമിൻ വഹമീം, തീക്കാറ്റിലാണ്. ചുട്ടുപൊള്ളുന്ന തീക്കാറ്റാണ് അവിടെ ഉള്ളത്. ചുട്ടുപൊള്ളുന്ന തീക്കാറ്റാണ് അവിടെ ഉള്ളത്. വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് അവർക്ക് അവിടെ ഉള്ളത്. കരിമ്പുക, അതായത് തീ കത്തിയിട്ട് കറുത്ത പുകയാണ് അവർക്ക് തണലിട്ട് കൊടുക്കുന്നത്. മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് ഒരു ദൂര യാത്ര പോകുമ്പോൾ, നടന്നൊരു മറുഭൂമിയിൽ യാത്ര പോകുമ്പോൾ, അവൻ വേർത്തൊലിക്കുമ്പോൾ അവനിക്ക് 3 കാര്യം ആവശ്യം വരും. ഞങ്ങളൊരു ചൂടുള്ള സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, അതാ ചൂടോട് കൂടി നടന്നു പോകുമ്പോൾ 3 കാര്യം ഞങ്ങൾക്ക് ആവശ്യം വരും. ഒന്ന്, ഞങ്ങൾക്കൊരു നല്ല ഒരു കാറ്റ് കിട്ടണം, അപ്പോ സമാധാനമാകും. രണ്ടാമത്, കുടിക്കാനുള്ളൊരു വെള്ളം കിട്ടണം, അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകും. അതേപോലെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ, ഒന്ന് ഇരിക്കാൻ നല്ല ഒരു തണല് കിട്ടണം. ഇത് 3 ഒരു ചൂടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു യാത്ര പോകുമ്പോൾ നല്ലോണം ചൂടുള്ള സമയത്ത് ഒരു മനുഷ്യനക്ക് ആവശ്യമുള്ളതാണ്. ആ മൂന്നും ഹതഭാഗ്യർക്ക്, ശിമാലിന്റെ ആളുമാർക്ക് നാളെ ഖിയാമത്ത് നാളുണ്ടാകും. അതാണ് ഖുർആൻ പറഞ്ഞത്. അവർക്കോ കുടിക്കാനുള്ള വെള്ളമുണ്ട്, അവർക്ക് കാറ്റുണ്ട്, അവർക്കൊന്ന് ഇരിക്കാൻ എന്തുണ്ട്, നല്ല തണലുണ്ട്. പക്ഷേ ലാ ബാരിദിൻ വലാ കരീം, അതൊരു സമാധാനത്തിന്റെ തണലല്ല, അതൊരു സമാധാനം കൊള്ളുന്ന തണലല്ല, അത് ഒരു മനസ്സിലേക്ക് സമാധാനം കിട്ടുന്ന ഒരു തണലല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതൊരു മാന്യമായ തണുപ്പല്ല, അത് നല്ല ഒരു തണുപ്പല്ല, നല്ലൊരു തണലല്ല. ഖുർആൻ പറയുന്നു, മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം, തീക്കാറ്റാണ്, ചുട്ടുപൊള്ളുന്ന തീക്കാറ്റാണ്. ആ തീക്കാറ്റെങ്കാലും ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോയാൽ നമ്മളെ തലച്ചോറ് പയച്ച് തളക്കുമെന്ന് ഖുർആനാണ് പറയുന്നത്. വഹമീം, കുടിക്കാനുള്ള വെള്ളമുണ്ട്, തണ്ണിയുണ്ട്, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ് ആ നരകത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വെള്ളമാണ്! ചുട്ടുപൊള്ളുന്ന, അത് കുടിച്ചാൽ അവന്റെ ശരീരത്തിന്റെ കുടൽ ഫുള്ളായിട്ട് വെന്ത് ഉരുകി പോകുന്നതാണ്. അവർക്ക് തണലുണ്ട്. ഏത് തണലാണ്?
ആ തീ കത്തി ആളിക്കത്തുന്ന തീ കത്തുമ്പോൾ അതാ കറുത്ത പുകയുണ്ടല്ലോ, അതിങ്ങനെ മേൽഭാഗത്ത് വരും. അപ്പോൾ അതാണ് അവർക്ക് കിട്ടുന്ന തണല്. തണല് എങ്ങനത്തെ തണലാണ്? ലാ ബാരിദിൻ വലാ കരീം. അതൊരു സമാധാനത്തിൻ്റെതോ, അതൊരു മാന്യമായ തണലോ വെള്ളമോ കാറ്റോ അല്ല എന്ന് ഖുർആൻ പറയുന്നു. എന്തേ ഇത്രയും വലിയ അദാബ് കൊടുക്കാനുള്ള കാരണം? ഞങ്ങൾക്ക് സംശയമുണ്ടാകും, അള്ളാഹുവിന്റെ അടിമകളല്ലേ, എന്തേ റബ്ബ് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാനുള്ള കാരണം? അതാ അല്ലാഹു തആല പറയുന്നു, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. വെറുതെയല്ല, അവർക്ക് വെറുതെയല്ല. ഖിയാമത്ത് നാളുണ്ട്, രണ്ടാമത്തെ ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ അവർ കേൾക്കാൻ തയ്യാറായില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. അവർ ഈ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ദുനിയാവില് അടിച്ചു പൊളിച്ച് ജീവിച്ചവരാണ്. ഞങ്ങൾ അബാസിൽ പറയുന്നെങ്കിൽ അള്ളാഹുവിനെ മതി മറന്നുകൊണ്ട്, അള്ളാഹുവിന്റെ ഖുർആനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചവരാണ്. അവർക്ക് അല്ലാഹു ഇന്നലെ കൊടുക്കാനുള്ള ശിക്ഷ. വകാനൂ യസിറൂന അലൽ ഹിൻസിൽ അളീം. അവർ വലിയ വലിയ കളവുകൾ പറഞ്ഞ് അള്ളാഹുവിന്റെ ഖുർആനെ കളവാക്കി, റസൂലുള്ളാഹിന്റെ ഹദീസിനെ കളവാക്കി, അള്ളാഹുവിന്റെ ആലിമീങ്ങളെ കളവാക്കി ജീവിച്ച കാരണം കൊണ്ട് അല്ലാഹു തആല അവർക്ക് ഈ നിലക്കുള്ള അദാബ് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഫീ സമൂമിൻ, തീക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കയ്യിലേക്ക് ഒരു വിസപ്പാമ്പ് കടിച്ചാൽ, ഞങ്ങളെ ചെറിയ ഒരു വിരലിലേക്ക് ഒരു പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം എങ്ങനെയാണ് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഏൽക്കുന്നത്? എത്ര സ്പീഡാണ് പോകുന്നത്? അതിനേക്കാളും സ്പീഡാണ് ആ തീക്കാറ്റ് എന്ന് മഹാന്മാർ പറയുന്നു. വഹമീം, ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. വ്യഭിചാരികളെ ഉഹ്യസ്ഥാനത്ത് നദികളായി പൊട്ടി വലിക്കുന്ന, ചീഞ്ഞു നാറുന്ന ആ വെള്ളമാണ് അവർക്ക് കുടിപ്പിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾ നീ അതിൽ നിന്ന് കാക്കണം റഹ്മാനേ. അവർക്ക് തണലുണ്ട്. ആ കരിമ്പുക, ആ പുകയുണ്ടല്ലോ, അതിങ്ങനെ മേൽഭാഗത്ത് പോകുമ്പോൾ അതിന്റെ അടിയിൽ അവർ നിൽക്കും. സുബ്ഹാനല്ലാഹ്. അതിന്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാ സൂറത്തുൽ മുർസലാത്തിന് വളരെ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നു. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഓ കളവാക്കിയ, ദുനിയാവിൽ ഖുർആനെ വലിച്ചെറിഞ്ഞ, ദുനിയാവിൽ റസൂലുള്ളാഹിനെ വലിച്ചെറിഞ്ഞ, പറയുമ്പോൾ വിശ്വാസമില്ലാതെ കളവാക്കി ജീവിച്ചവരെ, ഇൻതലിഖൂ, നിങ്ങൾ പോയിക്കോളൂ, ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ എന്തൊന്നിനെയാണ് കളവാക്കിയത്, ആ കളവാക്കിയതിലേക്ക് നിങ്ങൾ പോയിക്കോളൂ, ഇവിടെ നിൽക്കണ്ട എന്ന് ഖുർആൻ പറയും. ഇൻതലിഖൂ, പിന്നെയും പറയുന്നു, ഇലാ ലില്ലിൻ ദീ തലാസി സുഅബ്, 3 ശാഖകളായിട്ട്, 3 ഗ്രൂപ്പായിട്ട് നാളെ ഉണ്ടല്ലോ ആ കറുത്ത പുക, ആ ആളിക്കത്തുന്ന നരകത്തിരി 3 വിഭാഗമായിട്ട് ആ കറുത്ത പുക ഉണ്ടല്ലോ, ആ മേൽഭാഗത്തേക്ക് ഉയരും. അതിലേക്ക് പോയിക്കോളീം. എങ്ങത്തെ പുകയാണ്, എങ്ങത്തെ തണലാണ്? ഖുർആൻ പറയുന്നു, ലാ വലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. 3 ശാഖകളായിട്ട് ആ കറുത്ത പുക മേൽഭാഗത്തേക്ക് പോകുമ്പോൾ തണലെടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തണൽ കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ അടിഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ. പക്ഷേ അത് ഒരിക്കലും ആ അഗ്നിജ്വാല, ആ കത്തി ജ്വലിക്കുന്ന ആ നരകത്തിലുള്ള ആ പുകയ്ക്ക്, ആ ചൂടിലേക്ക് അതൊരിക്കലും തണൽ തരൂല. ഒരിക്കലും നിനക്കത് കൊണ്ട് സമാധാനം കിട്ടൂല. ആ പുകയുടെ അടിഭാഗത്തേക്ക് നീ പോയാൽ ഒരിക്കലും അത് നിനക്ക് തണൽ തരൂല. അതിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. ഇന്നഹാ തർമി ബിശററിൻ ഖൽഖസുർ,
ആ ആടിക്കത്തുന്ന തീന്റെ നിരിപ്പുണ്ട്, മിന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഭാഷയിൽ പൊരി. ചെറിയ ഒരു ദുനിയാവിന്റെ ചെറിയ ഒരു തീ കത്തുമ്പോൾ പൊരി വരും. അത് ചെറിയൊരു പൊരി മാത്രമായിരിക്കും, മിന്നു മാത്രമായിരിക്കും. അപ്പോൾ തന്നെ കെട്ടുപോകും. അതേ സമയത്ത് നരകത്തിന്റെ തീന്റെ പൊരി അറിയണോ, അതിന്റെ മിന്നറിയണോ? ഇന്നഹാ തർമീ ബിശ്ശറരി കൽ ഖസുർ. വലിയ വലിയ കട്ടടങ്ങളെ പോലെ, ബിൽഡിങ്ങളെ പോലെ അതിന്റെ ഓരോ തെരികള്, ഓരോ മിന്നുകള് അതാത് വലിച്ചെറിയും. കന്നഹു ജിമാലാത്തുൻ സുഫർ വൈലുൻ യൗമൈദിൻ ലിൽ മുകദ്ദിബീൻ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നാളെ പൂർത്തിയാക്കാം.